സേലം കന്യാകുമാരി നാഷണൽ ഹൈവേയിൽ ഹരിപ്പാടിന് പോകുന്ന വഴിയിൽ നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെ കാണുന്ന ഒരു ചെറിയ പ്രദേശമാണ് മറുതമുക്ക്. ഈ സ്ഥലത്ത് മറുതയുടെ ശല്യമുണ്ടെന്ന് ഇവിടുത്തെ നാട്ടുകാർ വിശ്വസിക്കുന്നു. എന്നാൽ ഇത് വെറും ഒരു കള്ളക്കഥയാണെന്നും അങ്ങനെയൊന്നും ഇല്ലെന്നും വിശ്വസിച്ച ഇവിടുത്തെ ചില ജനങ്ങൾ പോലും മറുതയുടെ പ്രതികാരത്തിന് പാത്രമാകുകയും സന്ധ്യ കഴിഞ്ഞാൽ ഈ വഴി സഞ്ചരിക്കുകയും ചെയ്യാറില്ല. നാഷണൽ ഹൈവേയിൽ നിന്ന് ഇറങ്ങി ഗ്രാമത്തിനുള്ളിലേക്ക് പോയാൽ ഗ്രാമാതിർത്തിയിൽ കാടും പടലവും പിടിച്ചു പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു അരയാൽ കാണാം. ഇവിടെയാണത്രേ മറുത വസിക്കുന്നത്. ഈ അരയാലിന് പുറകിലായി ഒരു ചതുപ്പ് നിലവും ചെളി കൊണ്ടും നിറഞ്ഞ ചാലുമുണ്ട്. മറുത ആക്രമിച്ച് കൊലപ്പെടുത്തുന്നവരുടെ മൃതദേഹങ്ങൾ ഈ ചാലിലാണ് കാണപ്പെടുന്നത്. മറുത വസിക്കുന്ന ഒരു ആൽമരമുണ്ട് ഇവിടെ. ഈ ആൽമരം ഉഗ്രവിഷമുള്ള സർപ്പങ്ങളുടെ സങ്കേതമാണ്. ഇവിടെ എവിടെ നോക്കിയാലും പാമ്പുകളെ കാണാൻ സാധിക്കും. ഇനി മറുതയുടെ കാര്യം പറയാം. നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ ആരും ആൽമരത്തിൻ്റെ അടുത്തോ പരിസര പ്രദേശങ്ങളിലോ പോകാറില്ല. സന്ധ്യയ്ക്ക് അവിടെ എത്തിപ്പെടുന്നവർ ഒരു ഹിപ്നോട്ടിസത്തിന് അടിമപ്പെടുകയും മറ്റൊരു ലോകത്തിൽ എത്തുകയും ചെയ്യുന്നു. അങ്ങനെ തങ്ങളുടെ മുന്നിലുള്ള ചാല് നീണ്ടു നിവർന്ന വിശാലമായി കിടക്കുന്ന ഒരു വയൽപ്പാടമായി അവർക്ക് തോന്നുകയും ആരും മുന്നോട്ട് നടക്കാൻ പ്രേരിപ്പിക്കുന്നതായി തോന്നുകയും അങ്ങനെ അവർ മുന്നോട്ട് നടന്ന് ചാലിൽ വീണ് മരിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ സംഭവങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഹരിപ്പാടുള്ള ഒരു യുവാവിൻ്റെ അനുഭവം ഇങ്ങനെയാണ്. അയാൾ ഈ മായിക പ്രഭാവത്തിൻ്റെ അനുഭവ സാക്ഷിയാണ്. ഒരിക്കൽ വളരെ വൈകി ഓഫീസിൽ നിന്ന് മടങ്ങിയ അയാൾ ഈ സ്ഥലത്തെത്തിയപ്പോൾ മാനസികമായി മറ്റൊരു ലോകത്ത് എത്തിയ പോലെ അനുഭവപ്പെടുകയും ബോധം മറിഞ്ഞ് വാഹനം ഓടിക്കാനാകാതെ അപകടത്തിൽപ്പെടുകയും ചെയ്തു. രാത്രികാലങ്ങളിൽ ഈ ചാലിൻ്റെ അടുത്തുനിന്ന് ഒരു തീഗോളം ഉയർന്ന് തെക്ക് നിന്ന് വടക്കോട്ട് പോകാറുണ്ട് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇത് പോക്കുവരവുള്ള സ്ഥലമാണെന്നും രാത്രിയിൽ മറുത തീഗോളമായും രണ്ടാൾ പൊക്കമുള്ള ഭീകരരൂപമായും സഞ്ചരിക്കാറുണ്ടെന്നും കരുതപ്പെടുന്നു. നാഷണൽ ഹൈവേയുടെ ഈ ഭാഗത്താണ് രാത്രികാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ നടക്കാറുള്ളത്. അത് മറുതയുടെ ആക്രമണം കൊണ്ടാണെന്ന് പറയപ്പെടുന്നു. ഇനി വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു കഥ പറയാം. ഇവിടുത്തെ മറുത എന്ന് പറയപ്പെടുന്ന ആത്മാവ് പണ്ട് ഇവിടെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടേതാണെന്നും ഈ ഗ്രാമവാസികൾ കാരണമാണ് അവർ മരിച്ചതെന്നും ആ പകയാണ് തലമുറകൾ പിന്നിട്ട് ഒരു ദുരന്തമായി ഈ ഗ്രാമത്തെ പിന്തുടരുന്നതെന്നും ഇന്നിവിടെ ജീവിച്ചിരിക്കുന്ന കാരണവന്മാർ പറയുന്നു. പണ്ട് ഈ ദേശത്ത് ചായക്കട നടത്തിയിരുന്ന ഒരു സ്ത്രീക്ക് വസൂരി ബാധിക്കുകയും അവർ സഹായത്തിനായി ഈ പ്രദേശത്ത് ഓടി നടക്കുകയും ചെയ്തു. നാട്ടുകാർ അവരെ മറുതേ എന്ന് വിളിച്ച് ആട്ടിപ്പായിക്കുകയും കല്ലെടുത്ത് എറിയുകയും ചെയ്തു. അങ്ങനെ മരിച്ച അവരുടെ ആത്മാവാണ് മറുതയായി ഈ നാട്ടുകാരെ ഇന്നും ശല്യം ചെയ്യുന്നത്. എന്നാൽ ഈ കഥകളൊന്നും വിശ്വസിക്കാത്തവരുമുണ്ട്. അവർ പലതവണ ഈ പ്രദേശത്തിൻ്റെ പേര് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവിടെ ഇന്നും മറുതമുക്കായി അറിയപ്പെടുന്നു. സത്യം എന്തുതന്നെയായാലും മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് നിർവചിക്കാനാകാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ് ഈ സ്ഥലത്ത് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇതൊക്കെ സ്വാഭാവിക സംഭവങ്ങളാണെന്നും മറുതയുടെ ആക്രമണമല്ല എന്നും വേണമെങ്കിൽ യുക്തിവാദികൾക്ക് ആരോപിക്കാം. പ്രേതമല്ലെങ്കിൽ ആത്മാവ് എന്നാൽ ഒരു പ്രത്യേക തരത്തിലുള്ള സത്വമല്ല. പക്ഷേ അവ ഉണ്ടാക്കുന്ന നെഗറ്റീവ് എനർജി നമുക്ക് തള്ളിക്കളയാൻ ആവില്ല. ചില സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് അകാരണമായ ഒരു ഭയവും ഭീതിയും അസ്വസ്ഥതയും ഉണ്ടാകാറുണ്ട്. മറുതമുക്കിലെ മറുതയെ തളയ്ക്കാൻ എന്താണ് പോംവഴിയെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് അറിയില്ല. മറുതമുക്കിൽ ഇന്നും അനിഷ്ടങ്ങളും ദുരൂഹ മരണങ്ങളും തുടരുന്നു. അത് വർഷങ്ങൾക്ക് മുൻപ് ഒരു കൂട്ടം ആളുകൾ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തിയ മറുതയുടെ പ്രതികാരമായിരിക്കാം. നമ്മളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഈ വീഡിയോയിലെ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.